ക്യാൻറ്റീനിൽ പോയാലോ? ഏതായാലും തീറ്റയുടെ വിചാരം മാത്രമേ ഉള്ളൂല്ലേ? അല്ലടാ, അതിന് തൊട്ടൊരു വെറൈറ്റിക്ക് ഞാൻ നിന്നെ ആലോചിച്ചുകൊണ്ടിരിക്കാം. അത് നല്ലൊരിതാണ്. ഉണ്ടാ അതുകൊണ്ട് അതെൻ്റെ പോപ്സൽ ലൈമും തന്നെ. ഓ ശരി, സമ്മതിച്ചു. ഗുഡ് ബോയ്. എന്താടി എന്നെ കൂട്ടാണ്ട് ഇവിടെ ഒരു ഗൂഢാലോചന? നിന്നെ എങ്ങനെ നമ്മുടെ അടുത്ത് നിന്ന് ഒഴിച്ചു വിടാമെന്ന് ആലോചിക്കുകയായിരുന്നു. നീയൊക്കെയല്ലേ ഇതിനപ്പുറം ചിന്തിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. തന്നല്ലേ? നീ ഇത്ര നേരം എവിടെയായിരുന്നു? അതെ, അവളവിടെ ഒറ്റയ്ക്ക് നിൽക്കുമായിരുന്നു. അപ്പൊ ഒരു കൂട്ട് കൊടുക്കാൻ പോയെ. അച്ചോടാ, എന്നാ പിന്നെ കൂട്ട് കൊടുത്ത് അവിടെ നിന്നാ പോരായിരുന്നു. എന്തിനും കൂടെ വന്നേ? അത് അവൾ ക്ലാസ്സിൽ പോയി. അയ്യോടാ പാവം. സത്യോടി, ഞാൻ എപ്പം മിണ്ടാൻ ചെന്നാലും അവള് പോകുക. ഓ, ആക്കിയാലും മനസ്സിലാവില്ലല്ലോ എന്റെ കർത്താവേ. അതിന് മാത്രമുള്ള ബുദ്ധിയൊന്നും ഇല്ലല്ലോ. ഓ, ആക്കിയതാലേ? ഏയ്, ഞാൻ അങ്ങനെ ആക്കി ചെറുതായിട്ട്. നീ പോടി മൊയിലിന്റെ പല്ല് വെച്ച് നടക്കുന്നവളെ. നടക്കുന്ന അവളെയോ? തവളയല്ലടാ, ഓന്ത് നടക്കുവോ? ഏയ് ഇല്ല, അവരൊക്കെ കമ്പേ കുത്തി പറക്കുന്നതാണ് പതിവ്. നോക്കൂ, പൊക്കത്തെ കൂടെ ഒരെണ്ണം പോണു. ഇതിപ്പോ ആരാ പൊട്ടൻ? അത് പറഞ്ഞോടാ, ഞാൻ അഭിനയിച്ചല്ലേ. ഈ അരവട്ടും ചേർന്ന് മുഴുവട്ടാന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ ഞാൻ. ഇപ്പൊ ഇതാ കണ്ടു. ആണല്ലേ? ഞങ്ങളിത് വർഷങ്ങളായിട്ട് കാണും. ആരെയും കാലം ഒന്നും അല്ല, ഒരൊറ്റ പീസിൽ മുഴുവട്ട്. ഓ, നീ ആദ്യമായിട്ട് കറക്റ്റായിട്ടൊരു കാര്യം പറഞ്ഞല്ലോടെ. കുറച്ച് വർഷമായിട്ട് നിങ്ങളുടെ കൂടെ അല്ല, അപ്പൊ മുഴുവട്ടായില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അയ്യേ സിലി, പെണങ്ങല്ലേ. അതിനാര് പെണങ്ങണ്? എന്റെ മനസ്സൊക്കെ മറ്റേ അയ്യോ പരസ്യമില്ല, എന്തിനായിരുന്നു? കോൺക്രീറ്റും മനസ്സും തമ്മിൽ എന്ത് ബന്ധമിരിക്കണേ? അല്ല, എന്റെ മനസ്സ് അത്ര കെട്ടുറപ്പുള്ളതെന്ന് പറയാൻ വന്നേ. എനിക്ക് മനസ്സിലായടി, പക്ഷെ അതിന്റെ ഡയലോഗ് അറിയത്തില്ല. എന്തൊക്കെയായാലും ചീറ്റി പോയി, നമുക്ക് ക്ലാസ്സിൽ പോവാം. ഷോ, ആ ഡയലോഗ് കിട്ടായിരുന്നു, ഇതങ്ങ് ഫിനിഷ് ചെയ്യായിരുന്നു. എന്തൊക്കെയാലും ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പോട്ടടി, എല്ലാവർക്കും പറ്റണേ. എനിക്ക് എപ്പോഴും പറ്റണതാ. നേരെ നോക്കി നടക്കി, ഇനി ഉരുണ്ട് വീഴാനാ. എന്റെ വായിക്കാത്തോട്ട് നോക്കിയിരിക്കാൻ എന്റെ മുഖത്താണോ കൊച്ചിരിക്കണേ? അങ്ങോട്ട് നോക്കടാ. ചത്താലും ഞാൻ നോക്കൂല. അവളെ നോക്കടാ. ഓ, ഞാൻ നോക്കോടാടി. അവളോട് എന്തേലും ചോദിക്കേ. ഞാൻ എന്തോന്ന് ചോദിക്കാൻ? പേരെന്താന്ന് ചോദിക്കേ. അത് മമ്മിക്ക് അറിയില്ല, എന്നിട്ടാണ് എന്നോട് പിടിച്ചുകൊണ്ടിരുത്തിയണേ. ചോദിക്കണം അങ്ങോട്ട്. പേരെന്താ? ഏറാ. മമ്മി ഏറാന്ന്. എന്റെ ഈശോ, ഇവനിത് നശിപ്പിക്കും. ഹലോ. ഒരു സേലി, എനിക്കൊരു ഡൗട്ട്. എന്റെ പൊന്നു നീത, നീയാണ് അവിടെ കാവലിരിക്കുന്ന പട്ടിക്ക് പകരം. ആക്കല്ലേ? പിന്നെ മനുഷ്യന്മാർ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് വിളിച്ചിട്ട് അവൻ്റെ ഉലക്കമേലൊരു ഡൗട്ട്. എൻ്റെ ഭാര്യ നല്ല ഭാഷ വരണത്തേ കണ്ടെങ്കിൽ വെച്ചിട്ട് പൊക്കോ. പാതിരാത്രി ഫോൺ എടുത്ത് നിന്റെ നമ്പർ കുത്തി നിന്നോടൊരു ഡൗട്ട് ചോദിക്കാൻ വിളിച്ച പിഞ്ചു മനസ്സുള്ള ഒരു ആൺകുട്ടിയെ ആട്ടിപ്പയ്ക്കാൻ മാത്രം വളർന്നോ ശരി നിന്റെ മനസ്സ്? ഒരു മിനിറ്റ്, ഞാനൊന്ന് ശ്വാസം എടുത്തോട്ടെ. ഇനി പറയാൻ വന്ന കാര്യം പറയാം. അയ്യോ, പറയാൻ വന്ന കാര്യം പറയണ്ട. എന്നതാ? സപ്പോസ് ഞാൻ ഒരാളെ കെട്ടി. ഈ പാതിരാത്രി വേറെ ഒന്നുമില്ല ആലോചിക്കാൻ. ഫ്ലോ കളയല്ലേ. സപ്പോസ് ഞാൻ ഒരാളെ കിട്ടി. സപ്പോസ് ആക്കണെന്തിനാ? നീ ശരിക്കും കെട്ടിക്കോ, എനിക്ക് ഒരു പരാതിയില്ല. അത് പോട്ട്. പിന്നെ ഞാൻ നിന്റെ പടം വരച്ചടി. എന്നാ പിന്നെ അതെടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ട് അതിനോട് പോയിരുന്നു വർത്താനം പറ. ചെല്ല്. ബട്ട് നിന്റെ ചായയില്ല, വേറെ ആരോ പോലുണ്ട്. കളർ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ ഇരിക്കുന്ന പോലെ തന്നെ അച്ചാതിയാ? കളർ ചെയ്യണോന്ന്? ഹലോ ചെലി, ഉറങ്ങിയ നീ? ഏടി ഉറങ്ങല്ലേടി ദ്രോഹി. എന്തും മൂളാതെ വല്ല വാ തുറത്ത് പറ പെണ്ണ. വാവ്, ഉറങ്ങി. ഗുഡ് നൈറ്റ്. പിന്നെ ലവ് യു. ഞാൻ എന്താ പറയണ്ടേ? എന്താ പ്രത്യേകിച്ച് പറയണ്ടേ? നോ തന്നെ പറയണം. നീ അവിടെ മുഖത്ത് നോക്കിയാ? ആടി ചെറുതായിട്ട്. അത് ഡാഡി നിർബന്ധിച്ചോണ്ട് മാത്രല്ല, എനിക്ക് വേണമെന്ന് വെച്ച് നോക്കിയല്ല. ശരി, ഫോട്ടോ കാണിക്ക്. എന്റെ ഫോൺ എടുത്ത് നോക്കുക. അതിനകത്ത് വാട്സപ്പിൽ മമ്മി 2 ഫോട്ടോ അയച്ചിട്ടുണ്ട്. അതിൽ കിടപ്പുണ്ട്. എന്നാടി ഇത്? ഏറെയല്ലേ? അതെ, നിനക്കറിയോ? എടാ, ഇത് ദിയയുടെ ഫ്രണ്ട്. അവള് ഇവിടെ പഠിക്കണേ. ഓ ഭാഗ്യം. അപ്പൊ നീ അവളോട് പറഞ്ഞ കാര്യമൊക്കെ സെറ്റാക്കില്ലേ? അല്ല, അവള് 4 വർഷമായിട്ട് ഒരാളായിട്ട് ഇഷ്ടത്തിലാണ്. പിന്നെ പെട്ടെന്ന് എന്താ ഒരു കല്യാണമൊക്കെ. നിങ്ങളെന്നത് എവിടെ നിക്കണേ? ഇവൻ ആ കൊച്ചിനെ നോക്കി നിൽക്കുവാടി. ഏത് കൊച്ച്? വേറെ ആര്? ദിയ. എന്റെ പൊന്നു ശരി, എനിക്ക് പറ്റിയാലോ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നിനക്ക് അവളുടെ പേര് പറഞ്ഞ് പഠിപ്പിച്ചു തരാം. അച്ചോ, പിന്നെ ചേട്ടന് എന്താ പറ്റണേ?
എൻ്റെ പൊന്ന് ദൈവങ്ങളെല്ലാം അങ്ങനെ വന്ന് ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുമല്ലോ, ഞാൻ എങ്ങനെ കയറി പോണേ? ആ ദിയേ, എന്താ? അവൾ ഇന്നലെ എങ്ങാനും വിളിച്ചായിരുന്നോ? ഇല്ല, ഞാൻ കുറേ വട്ടം ട്രൈ ചെയ്തായിരുന്നു, പക്ഷെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചില്ല. ഓ എങ്കിൽ പിന്നെ ഞാൻ ഒരു കാര്യം ചെയ്യാം, എൻ്റെ നമ്പർ ഞാൻ നിനക്ക് തരാം. അവളെങ്ങാനും വിളിക്കുകയാണെങ്കിൽ എന്നെ ഒന്ന് വിളിച്ച് പറയുമോ നീ? ഓ അതിനെന്താ, ഞാൻ പറയാലോ, നമ്പർ തന്നാൽ മതി. ഇതാ നമ്പർ, സേവ് ചെയ്തിട്ടോ, എന്നിട്ട് വിളിച്ചാൽ മതി. ഓക്കെ, സേവ് ചെയ്തിട്ടുണ്ട്, ഞാൻ വിളിച്ചേക്കാം. ഓക്കെ, താങ്ക് യു. അവൻ എന്തിനാ അവക്ക് നമ്പർ കൊടുത്തേ? നേരിട്ട് പോയങ്ങ് ചോദിക്കേ. എൻ്റെ പൊന്ന് കർത്താവ്, എനിക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ പറ്റണം? വല്ലപ്പോഴും നല്ല ഒന്നിനെ കിട്ടണേ. നീ എന്തിനാ പേടിക്കണേ? അബി ഓൾറെഡി കമ്മിറ്റഡ് അല്ലേ? അതെ, എന്തൊരു ടെൻഷനാ നോക്കിയാ മുഖത്ത്. പരീക്ഷയുടെ തലേ ദിവസം പോലും ഉണ്ടാവില്ലേ അവന്റെ മുഖത്ത് ഇത്ര ടെൻഷൻ. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്നാടി? എന്താണ് പറഞ്ഞോ? പാപ്പനെ പറ്റി. ഞാൻ ഒരു വിധത്തിലെ രാത്രി കിടന്ന് ഉറങ്ങി വരണം, അപ്പൊ അവന്റെ അമ്മൂമ്മയുടെ ഒരു സംഭാഷണം തന്നെടാ. മനുഷ്യന് കഷ്ടപ്പെട്ടൊന്ന് ഉറങ്ങി വരുമ്പോഴത്തേക്ക് ഇവന് രാത്രി വിളിച്ചിരുന്നിട്ടേ. ഇവനെന്തിനാ നിന്നെ വിളിക്കണേ? എനിക്കറിയാൻ മേല, എന്റെ ഫോണിലെ കോൾ റെക്കോർഡിംഗ് ഓണാ, ഞാൻ കേൾപ്പിച്ചാരാ അവൻ വിളിച്ചിരുന്ന് വർത്താനം പറയണേ. ഗുഡ് നൈറ്റ്. പിന്നെ ലവ് യു. നോ സെലി, വേണ്ട. അവനും കൂടി കേക്കട്ടേടാ നിന്റെ ഡൗട്ട്, അവൻ ക്ലിയർ ചെയ്ത് തരും. എന്താണ് ഇവിടെ നടക്കണത്? ഇതിലൊന്നും ഞാനില്ലല്ലോ. ഇനി പാതിരാത്രി 1:30 നിന്നെ കൂടി പിടിച്ച് ആ കോളിൽ ഇടണമായിരുന്നായിരിക്കും. യെസ്, ഓഫ് കോഴ്സ്. നിങ്ങൾ എന്നെ കൂടി വിളിക്കണമായിരുന്നു. നമ്മളൊരു ഗ്രൂപ്പ് അല്ലേ, അപ്പൊ എല്ലാരും സംസാരിക്കണ്ട്. ഞാനും അറിയണ്ടേ എന്താ സംസാരിച്ചേന്ന്. എന്റെ പൊന്നു മില, നീ എൻ്റെ അടുത്ത് മാറി, നീ കാല് പൊക്കിയാൽ നല്ല തൊഴിയാൻ വെച്ചേരും. എനിക്കറിയാടി, എനിക്കറിയാം നീ അത് ചെയ്യൂന്ന്. എന്നാലും ഞാൻ എന്ത് ചെയ്തിട്ട് അവളെ ഫോൺ എടുക്കും? ആരുടെ ഫോണാ? അത് ഞാൻ പറയത്തില്ല. അടുത്ത് എടി അവൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നാടാ? എടി സെലി, നിന്റെ ഫോണൊന്ന് തരുമോ? പറ്റൂല. എന്തിനാ? അത് പിന്നെ രസല്ലേ? രസമായിരിക്കില്ല, സാമ്പാർ. എന്ത് ഫോം മേടിച്ചെടുക്കണ? അങ്ങനെയല്ല, ഐ മീൻ അതെന്നാ പറ്റിയില്ല. സാമ്പാർ രസമൊക്കെ ഇട്ട് ഇപ്പൊ മീനെ പിടിച്ചേ. നീ കൂടുതലും മീനുണ്ട, ഞാൻ തരില്ല. വൈ? ബിക്കോസ് ഈ പറഞ്ഞ സാധനം തരണമെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ എന്താണ്? ഞാൻ ഫോൺ എടുത്തിട്ടില്ല, വീട്ടിൽ കുത്തിട്ടൊക്കെ ചാർജില്ലായിരുന്നു. ഇതാദ്യമേ തൊള്ള തുറന്നൊന്നും മൊഴിയാൻ പാടില്ലായിരുന്നോ നിനക്ക്? പിന്നെ പറഞ്ഞ ഇപ്പൊ കേമായനെന്ന് പാടുന്നു. ഈ ചെകുത്താൻ കൊച്ചിനെ കൊണ്ട്. ചെകുത്താ നിന്റെ മറ്റാളാടെ പന്നി. നീ എങ്കിലും ഇഷ്ടമുള്ള ഒരാളെ കെട്ടാൻ നോക്ക്. അവൻ്റെ അടുത്ത് പോയി പറ നിനക്ക് അവന് ഇഷ്ടമാന്ന്. മോളെ, ഏറെ കാം ഡൗൺ. നീ വീട്ടുകാരോട് പറ നിനക്ക് അവനെ മതിയെന്ന്. എൻ്റെ പൊന്നു കുഞ്ഞ്, എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അവി ക്രിസ്ത്യൻ അല്ലല്ലോ. അത് ശരിയാലോ. നീ ഫോട്ടോ കാണിച്ചേ നോക്കട്ടെ. എന്നാ ഇതേ നോക്ക്. ചേട്ടായോ? ഏത് ചേട്ടായി? ആരുടെ ചേട്ടായി? ഇതാണോ നിന്റെ അജ്ഞാത കാമുകൻ? പോടിപെട്ടി, ഇതാടി ദിവ്യയുടെ ചേട്ടൻ. ദിവ്യയുടെ ചേട്ടൻ എന്ന് പറയുമ്പോൾ അപ്പം നിന്റെ കൂടി ചേട്ടനാവില്ലേ? അങ്ങനെയല്ല, അവളുടെ ബോയ് ഫ്രണ്ട് ഞാൻ ചേട്ടായെന്നാണ് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പുള്ളിയോടൊന്ന് കല്യാണത്തിൽ നിന്ന് പിന്മാറാൻ പറയൂടി നീ. ഇനി ഞാൻ പറഞ്ഞു പറയിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളി എന്തൊക്കെയായാലും ഇനി കെട്ടാനൊന്നും പോകുന്നില്ല, കാരണം ദിവ്യ അതിന് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഭാഗ്യം, ഞാൻ പോകുന്ന അഭിനെ കണ്ടുപിടിക്കട്ടെ. എന്തിനാടാ പട്ടി നീ ചിരിക്കുന്നത്? നിന്റെ പാട്ട് കേട്ട് നല്ല രസമുള്ള ചിരിക്കുന്നല്ലേ പൊന്നെ. ചീത്ത വിളിച്ചിട്ടിരുന്ന് കിണിക്കുന്ന കൂടി ദ്രോഹി. നിന്റെ കിണി കണ്ട ആൾക്കാരെ കളിയാക്കുന്ന മാതിരിയാ. ഹലോ, ഇതെന്നാ ഡ്യൂട്ടിക്ക് ആള് മാർക്കേറിയോ? ഡ്യൂട്ടിയാ? ഈ 2 ദിവസം വിളിച്ചെന്റെ ഉറക്കം കളയണമെന്നുള്ളത് നെയ്തന്റെ ഡ്യൂട്ടി ആയിരുന്നല്ലോ. ഇന്നെന്ത് പറ്റി? ആ പോസ്റ്റിലേക്ക് മിലൻ ജോസഫ് ജോയിൻ ആയോ? ഞാൻ നിന്റെ ഉറക്കം കളയാൻ വിളിച്ചൊന്നും അല്ല, ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചേ. എന്താണാവോ കാര്യം? അത് പിന്നെ ദിയയുടെ നമ്പർ ഒപ്പിക്കാൻ വല്ല വഴിയുണ്ടോ? നീ അവളോട് പോയി ചോദിക്കടാ. അതെങ്ങനെ ചോദിക്കാനാ? ഞാൻ നാളെ അവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാടി. നല്ല കാര്യം, ഇപ്പൊ തന്നെ അങ്ങ് പൊക്കോ. അവളെങ്ങാനും എന്നെ റിജക്റ്റ് ആക്കിയാലോ? അത് നല്ല കാര്യമെന്ന് വിചാരിച്ച് ഫോൺ വെച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങട പന്നി. ഓയ് ദിവ്യേ. ദിവ്യ വരില്ലേ ഇന്ന്? ഇല്ല, അവള് വരില്ല. എന്താ വരാത്ത അവള്? അവക്ക് നല്ല പനി, അതുകൊണ്ട് വരണ്ട പറഞ്ഞു. ആടി, ശരി, ബൈ. എന്തടി ഉണ്ടാക്കണേ നോക്കി പഠിപ്പിക്കണ? കാരണം നോക്കി ഒരൊറ്റ അടി വെച്ചേരട്ടെ. എന്ത് കാര്യത്തിന്?
നിങ്ങൾ അടുത്തേക്ക് വാ, ഞാൻ പറഞ്ഞുതരാം. എന്നാടി എനിക്ക് മനസ്സിലായി നീ എന്ത് ഉദ്ദേശിച്ചേന്ന്. നീ എങ്ങാനും ഓടിയ നിന്റെ പുറകെ വന്ന് ഞാൻ അടിക്കാം. അവിടെ നിന്നോ. ആ ശരി, ഓടൂല, അടിക്കരുത്. ഇല്ല അടിക്കില്ല, ഇവിടെ വാടാ നീ. തള്ളരുത്. ഒരു പ്രാവശ്യം പറഞ്ഞ് ഇല്ല തല്ലില്ലെങ്കിൽ ബാ. വിശ്വാസം ലേശം കുറവ്, അതുകൊണ്ട് ഞാൻ പോകുക. ബായ്. നീ ഇങ്ങോട്ട് തന്നെ വരൂലോ, കൈ കിട്ടുമ്പോ ഞാൻ എടുത്തോളാം. ദിയ, താൻ ഫ്രീ ആണോ ഇപ്പോ? അതെ, എന്താ? എനിക്ക് തന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ. ഐ ലവ് യു. നോ, എനിക്ക് തന്നെ ഇഷ്ടമല്ല. ആലോചിച്ചിട്ട്? ആലോചിക്കാനൊന്നുമില്ല. താനത് പറയുന്നു ഞാൻ മുന്നേ ഗസ് അടിച്ച കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ഈ റിപ്ലൈ തരാൻ പ്രിപ്പയർഡ് ആയിരുന്നു. എന്തേലും റീസൺ? ഐ ലവ് സമ്മൺ എൽസ്. ഹൂ? പറയണമെന്ന് താല്പര്യമില്ല, എങ്കിലും തന്നെ ബോധിപ്പിക്കാൻ പറയാം. നെയ്തൻ.